നമസ്കാരം, എല്ലാവർക്കും ഹാബിറ്റസ് പീഡിയയുടെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു മോക്ക് ടെസ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ സാറ്റർഡേ നമ്മുടെ 10th പ്രിലിംസിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെൻ ആൻഡ് പേപ്പർ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് പറയും, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് പിന്നെ ആൻസറും പറയും. അപ്പോൾ നിങ്ങൾ ആൻസർ പറയുന്നതിന് മുമ്പ് either പോസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ആ ഗ്യാപ്പിൽ നിങ്ങളുടെ ആൻസേഴ്സ് മാർക്ക് ചെയ്ത് പോവുക. ആൻഡ് ഫൈനലി എത്ര സ്കോർ കിട്ടിയെന്ന് നിങ്ങളൊന്ന് വാലുവേറ്റ് ചെയ്ത് നോക്കിയിട്ട് അത് പറ്റുവാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ എത്ര പഠിച്ചു, നമ്മുടെ പ്രോഗ്രസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ മോക്ക് ടെസ്റ്റ് മുഴുവനായിട്ടും ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ടൈം ബൗണ്ട് ആയിട്ട് കറക്റ്റായിട്ട് ഈ മോക്ക് ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പം നമുക്കെന്നാൽ തുടങ്ങിയാലോ. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കേരള പോലീസിനെ സംബന്ധിച്ചുള്ള ശരിയായത് ഏത്? മൃദുഭാവേ ദൃഢകൃത്യ എന്നതാണ് കേരള പോലീസിന്റെ ആപ്തവാക്യം. പോലീസ് സേനയുടെ മേധാവിയാണ് DGP. കേരള പോലീസിന്റെ ആസ്ഥാനം തൃശ്ശൂരാണ്. അപ്പം ഇതിൽ ഏതാണ് ശരിയുത്തരം? ഒന്ന് ചിന്തിച്ച് വേഗം ഒന്ന് നോക്കി നോക്കി ഏതാണ് ശരിയുത്തരം എന്ന്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ബക്രാനങ്കൽ, സത്ലജ്, ഹിരാക്കുഡ്, മഹാനദി, തെഹ്രി ഡാം, കൃഷ്ണ, സർദാർ സരോവർ, നർമ്മദ. അപ്പൊ ഇതിൽ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരുന്നത്? നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. 1ഉം 2ഉം 4ഉം മാത്രം. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, വാഗ്ബടാനന്ദ ഗുരുവിനെ പറ്റിയുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? കണ്ണൂർ ജില്ലയിലെ പാട്യത്ത് ജനിച്ചു. 1906 തത്വപ്രകാശിക എന്ന വിദ്യാലയം സ്ഥാപിച്ചു. 1914 ശിവയോഗി വിലാസം മാസിക ആരംഭിച്ചു. 1947 ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇതിൽ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം 3ഉം മാത്രം. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1, ജിയും ഭാഷാ കവികളും എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. 2, മാപ്പിള റിവ്യൂവിന്റെ പത്രാധിപരായിരുന്നു. 3, നവയുഗ സംസ്കാര സമിതി രൂപീകരിച്ചു. 4, സ്വദേശാഭിമാനി എന്ന നാടകം രചിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇതിൽ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. പക്ഷേ PSC ഇത് ക്യാൻസൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോർത്ത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മൾ നോക്കിയപ്പം ആൻസർ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇത് രണ്ടുമാണ്. അപ്പോൾ സ്വദേശാഭിമാനി എന്ന് പറയുന്ന നാടകം രചിച്ചത് ആക്ച്വലി SV വേണുഗോപൻ നായരാണ്. അപ്പം നമ്മൾ 4 എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞാൽ തന്നെ B, C, D കളഞ്ഞാൽ തന്നെ എയിലേക്ക് ഉത്തരം നമുക്ക് കിട്ടും. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? സവർണ ജാഥ ഇതോടനുബന്ധിച്ച് നടന്നതാണ്. EV രാമസ്വാമി നായ്ക്കർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ സേതു ലക്ഷ്മിഭായ് ആയിരുന്നു തിരുവിതാംകൂറിലെ ഭരണാധികാരി. ക്ഷേത്രപ്രവേശനമായിരുന്നു സത്യാഗ്രഹികളുടെ ആവശ്യം. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം 3ഉം മാത്രം. ഇനി ആറാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തത് ഏത്? പ്രിസെപ്റ്റ്സ് ഓഫ് ജീസസ്, തുഫത്തുൽ മുവഹിദീൻ, ഗൈഡ് ടു പീസ് ആൻഡ് ഹാപ്പിനെസ്, സതിഹിത ബോധിനി. ഇതിലേതാണ് ശരി ഉത്തരം വരുന്നത്? അപ്പൊ രാജാറാം മോഹൻ റോയുടെ രചനകളിൽ പെടാത്തതാണ് ചോദിക്കുന്നത്, അദ്ദേഹത്തിൻ്റെതല്ലാത്തത്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, 4 മാത്രം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. കേരള മീഡിയ അക്കാദമി തൃശ്ശൂർ, ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ, കേരള ലളിതകലാ അക്കാദമി കാക്കനാട്. ഇതിലേതാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളത്? ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2ഉം 3ഉം മാത്രം. ചലച്ചിത്ര അക്കാദമി തിരുവനന്തപുരം, അതുപോലെ കേരള ഫോക്ലോർ അക്കാദമി കണ്ണൂർ. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കേട്ടോ. ഇനി എട്ടാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഗാന്ധിജി ആസൂത്രണം ചെയ്ത വിദ്യാഭ്യാസ പദ്ധതിയാണ് നയി താലീം. ഭഗവത്ഗീതയ്ക്ക് ഗാന്ധിജി എഴുതിയ വ്യാഖ്യാനമാണ് അനാസക്തി യോഗം.
ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചത് 1920-ലാണ്. ഗാന്ധി സിനിമയിൽ ഗാന്ധിജിയുടെ വേഷം അഭിനയിച്ചത് ബെൻ കിങ്സ്ലി ആണ്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? വേഗം മാർക്ക് ചെയ്തോളൂ. 8th ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇതെല്ലാം ശരിയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? അപ്പൊ ഇതിൽ റോങ് ആയിട്ടുള്ള പേരാണ് ചോദിച്ചിട്ടുള്ളത്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ, നാറ്റോ ബ്രസൽസ്, ഗ്രീൻ പീസ് ആംസ്റ്റർഡാം, ഇന്റർപോൾ ലിയോൺ. ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 മാത്രം. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ജനീവ അല്ല കേട്ടോ. ഇനി 10th ക്വസ്റ്റ്യൻ, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? വേഗം മാർക്ക് ചെയ്തോളൂ. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അബ്ദുൽ കലാം ആസാദ്. ഇനി 11ാമത്തെ ചോദ്യം, അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? സംറാമതി, തെംപു, കാങ്ടോ, നംച പർവ. ഏതാണ് അസാം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത്? ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നംച പർവ. അടുത്ത ചോദ്യം, കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനമാണ്? ഏതാണ് അപ്പൊ കുങ്കുമപ്പൂ കൃഷിക്ക് വേണ്ടി അനുയോജ്യമായിട്ടുള്ള മണ്ണിനം? ടെറായ്, എസ്കർ, കരീവ, ബാബർ. ഏതാണ് കറക്റ്റ് ആൻസർ? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കരീവ. അടുത്ത ചോദ്യം, ദേശീയ ഹരിത ട്രൈബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം? അപ്പൊ ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിയന്ത്രിച്ച ഖനന പ്രവർത്തനം ഏതാണ്? ഓപ്പൺ കാസ്റ്റ് മൈനിങ്, ഹൈവാൾ മൈനിങ്, റാറ്റ് ഹോൾ മൈനിങ്, പ്ലേസർ മൈനിങ്. നിങ്ങൾ സ്ഥിരമായിട്ട് പത്രം വായിക്കുന്നവരാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇതൊരു കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ട് കൂടെ വന്നതാണ്. കഴിഞ്ഞ വർഷം പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്, റാറ്റ് ഹോൾ മൈനിങ് ആണ്. അടുത്തത്, ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകമാണ്? ഹാമറ്റൈറ്റ്, ബേരിയം സൾഫേറ്റ്, മഗ്നീഷ്യം, ടൈറ്റാനിയം ഓക്സൈഡ്. ഏതാണ് ടൂത്ത് പേസ്റ്റിലെ പ്രധാന ഘടകം? കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി, ടൈറ്റാനിയം ഓക്സൈഡ് ആണ് കേട്ടോ. ഇനി 15ാമത്തെ ചോദ്യം, മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപമാണ്? പ്രളയ സമതലങ്ങൾ, എക്കൽ കോണുകൾ, മടഞ്ഞിട്ട അരുവികൾ, ഓക്സ്ബോ തടാകങ്ങൾ. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഓക്സ്ബോ തടാകങ്ങൾ. അടുത്ത ചോദ്യം, നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? അപ്പൊ നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. എവിടെയാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? അതും കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഉത്തർപ്രദേശിലാണ് നറൗറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി 17ാമത്തെ ചോദ്യം, 2024 ഒക്ടോബറിൽ ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? കസാൻ റഷ്യയിലാണോ, അതോ കെയ്റോ ഈജിപ്തിലെ കെയ്റോയിലാണോ, UAE ദുബായിലാണോ, ചൈനയിലെ ബീജിംഗിലാണോ? എവിടെയാണ്? പതിനേഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, കസാൻ റഷ്യ. അടുത്ത ചോദ്യം, ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഇരുമ്പുരുക്ക് വ്യവസായം, ടെക്സ്റ്റൈൽ വ്യവസായം, പഞ്ചസാര വ്യവസായം, രാസ വ്യവസായം. അപ്പൊ ഇതിൽ ഏത് വ്യവസായവുമായിട്ടാണ് ഗുർ, ഖണ്ഡസാരി എന്നീ പദങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നത്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, പഞ്ചസാര വ്യവസായം. അടുത്ത ചോദ്യം, ഉരുക്ക് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ്? മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണോ, മധ്യപ്രദേശ് ആണോ, കർണാടകമാണോ, ഒഡീഷയാണോ? അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഒഡീഷയാണ്. പക്ഷെ PSC ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പൊ ഇത് ക്യാൻസൽ ഔട്ട് ആയി പോയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇനി 20ാമത്തെ ചോദ്യം, അജണ്ട 21 എന്നത് എന്തിനെ കുറിക്കുന്നു? അജണ്ട 21 എന്തിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്? ആഗോള സുസ്ഥിര വികസനം, രാജ്യാന്തര വനവൽക്കരണ പദ്ധതി, അന്തർദേശീയ സമുദ്രതട സംരക്ഷണം, പശ്ചിമഘട്ട വന്യജീവി സംരക്ഷണം. അപ്പൊ ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത്? അജണ്ട 21 എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? അത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആഗോള സുസ്ഥിര വികസനം ട്ടോ.
ഇനി 21ാമത്തെ ചോദ്യം, ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ഏത് പ്രായപരിധിയിലുള്ളവരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ 60 വയസ്സിൽ താഴെയുള്ളവർ, ബി 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരും, സി 60 വയസ്സ് കഴിഞ്ഞ വനിതകൾ, ഡി പ്രായപരിധിയില്ല. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. അപ്പൊ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എത്ര വയസ്സിന് മുകളിലുള്ളവരെയാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 70 വയസ്സിന് മുകളിലുള്ള എല്ലാവരെയും കേട്ടോ. ഇനി 22ാമത്തെ ചോദ്യം, ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം ഏതാണ്? ദേശീയ ഹരിത ട്രിബ്യൂണൽ സ്ഥാപിതമായ വർഷം 2008, 2005, 2010, 2016. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ സി ആണ്. 2010 നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ അഥവാ ദേശീയ ഹരിത ട്രിബ്യൂണൽ എസ്റ്റാബ്ലിഷ് ആവുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം. അപ്പൊ ലഞ്ച് ബെൽ പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാനം ഏതാണ്? കേരളം, കർണാടക, തമിഴ്നാട്, ഗോവ. അതിലേതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ലഞ്ച് ബെൽ പദ്ധതി കേരളമാണ് കേട്ടോ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ കേരളമാണ് ശരി ഉത്തരം വരുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ 1920 നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. അപ്പൊ നിസ്സഹകരണ പ്രസ്ഥാനവുമായിട്ട് ബന്ധമില്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക, ഫ്യൂഡൽ നികുതി നൽകുക, നികുതി നൽകാതിരിക്കുക. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഓപ്ഷൻസ് ഒന്ന് നോക്കൂ വേഗം, എന്നിട്ട് നമുക്ക് ആൻസർ പറയാം കേട്ടോ. അപ്പൊ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? നിസ്സഹകരണവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഫ്യൂഡൽ നികുതി നൽകുക എന്നുള്ളതാണ്. നൽകുക എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ ബി ആണ്, 2 മാത്രം. 25ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം ഏതാണ്? അരുൾനൂല്, ആദിഭാഷ, വേദാധികാര നിരൂപണം, നവമഞ്ജരി. ഇതിൽ ഏതാണ് ശ്രീനാരായണ ഗുരു രചിച്ച ഗ്രന്ഥം? ഏതാണെന്ന് വേഗം ഒന്ന് ഓർത്തു നോക്കിയേ, ഏതാണെന്ന്. നിങ്ങൾക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നവമഞ്ജരി. ഇനി 26ാമത്തെ ചോദ്യം, ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ഹാരപ്പൻ പ്രദേശം ഏതാണ്? അപ്പം ഹാരപ്പൻ പ്രദേശത്ത് എവിടെയാണ്, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? ഷോട്ടുഗായ്, ലോഥൽ, ധോലാവിര, ചാൻഹുദാരോ. ഇതിൽ എവിടെയാണ് ജലസംഭരണിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്? ഉത്തരം കിട്ടിയോ എല്ലാവർക്കും? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ധോലാവിര. ഇനി 27ാമത്തെ ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആനി ബസന്റുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ്? ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, ഭഗവത്ഗീത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു, 1916 ഹോം റൂൾ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പൊ ഇതിൽ ആനി ബസന്റുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെന്ന് ഓർക്കുക. കറക്റ്റ് അല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതാണ് ആൻസർ വരുന്നത്. അപ്പൊ ഇതിൽ ഉത്തരം വരുന്നത് 27ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 1 മാത്രം. ഗുലാംഗിരി എന്ന ഗ്രന്ഥം രചിച്ചു, അത് ആനി ബസന്റുമായിട്ട് ബന്ധമുള്ളതല്ല. ഇനി 28ാമത്തെ ചോദ്യം, പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? പാഞ്ചാലി ശപഥം എഴുതിയത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതി, പ്രേംചന്ദ്, സത്യേന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ. അപ്പൊ ഇവരിൽ ആരാണ് പാഞ്ചാലി ശപഥം എഴുതിയത്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. സുബ്രഹ്മണ്യ ഭാരതിയാണ് പാഞ്ചാലി ശപഥം എഴുതിയത്. സുബ്രഹ്മണ്യ ഭാരതിയാണെന്ന് ഓർത്തിരിക്കാം. അടുത്തത്, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആര്? വീരേശലിംഗം, ദയാനന്ദ സരസ്വതി, ജ്യോതിബ ഫൂലെ, ഇ.വി. രാമസ്വാമി നായ്ക്കർ. അപ്പൊ ഇതിൽ ആരാണ് സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത്? ശരി ഉത്തരം ഏതാണ്? ഇത് അത്യാവശ്യം പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അറിയേണ്ടതാണ്, ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ ഡി, ഇ.വി. രാമസ്വാമി നായ്ക്കർ ആണ്. അപ്പൊ സ്വാഭിമാന പ്രസ്ഥാനം ഇ.വി. രാമസ്വാമി നായ്ക്കർ എന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം, സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയ സംസ്ഥാനം. അപ്പൊ ഏത് സംസ്ഥാനത്താണ് മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയത്? മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്, തമിഴ്നാട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ശരി ഉത്തരം ഏതാണ്? സ്ത്രീകൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയായ മഹാലക്ഷ്മി സ്കീം നടപ്പിലാക്കിയത് എവിടെയാണ്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, തെലങ്കാനയിലാണ് കേട്ടോ. ഇനി അടുത്തത് മാച്ച് ദ ഫോളോയിങ് ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ തന്നിരിക്കുന്നു, ചേരുംപടി ചേർക്കുക. അപ്പം 2 ലിസ്റ്റ് തന്നിട്ടുണ്ട്. എ ലിസ്റ്റിൽ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സമത്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായുള്ള അവകാശം. ഇനി ബി കോളമിൽ ഏതാ കൊടുത്തിട്ടുള്ളത്?
25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ, 23 മുതൽ 24 വരെയുള്ള വകുപ്പുകൾ, 14 മുതൽ 18 വരെയുള്ള വകുപ്പുകൾ, 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കൂ, ഏതാണ് ശരി ഉത്തരം വരുന്നത്? 4 ഓപ്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1D, 2C, 3A, 4B. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര്? അപ്പൊ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പോറ്റി ശ്രീരാമലു, പിംഗലി വെങ്കയ്യ, വെങ്കിട ചെല്ലയ്യ, പ്രേം ബിഹാരി നാരായൺ. ഇതിൽ ആരാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? കറക്റ്റ് ആൻസർ കിട്ടിയോ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, പിംഗലി വെങ്കയ്യ. ഇനി അടുത്തത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യമാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? അപ്പൊ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആദരിക്കുക, ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക, ശാസ്ത്രവികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. അപ്പൊ ഇതിൽ ഓപ്ഷൻസ് 4 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. അപ്പൊ ഇതെല്ലാം എന്തിൽ പെട്ടതാണ്? മൗലിക കടമകളിൽ അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് കേട്ടോ. ഇനി 34ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? അപ്പൊ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഇവരിൽ ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, രാഷ്ട്രപതിയാണ് കേട്ടോ. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇനി 35ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? അപ്പൊ വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് നിലവിൽ വന്നതാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ വിരമിക്കൽ പ്രായം 70 വയസ്സാണ്. അപ്പൊ ഈ 3 പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 2ഉം മാത്രം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏത്? അപ്പം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്. ഇതിൽ ഏതാണ് ശരി ഉത്തരം വരുന്നത്? ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ആന്ധ്രാപ്രദേശ് ആണ് ശരി ഉത്തരം. അടുത്തത്, ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര്. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് TN ശേഷൻ, സുകുമാർ സെൻ, രംഗനാഥ മിശ്ര, ഇവരാരുമല്ല. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 37. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശമാണ്. ഓപ്ഷൻ ബി ആണ്, സുകുമാർ സെൻ. അപ്പം ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്, മറക്കാതെ പഠിച്ചിരിക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് സുകുമാർ സെൻ എന്നാണ് കേട്ടോ. ഇനി അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഏതാണ്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വാറന്റോ, സെർഷ്യോററി. അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഹേബിയസ് കോർപ്പസ്. ഇനി 39ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? അപ്പൊ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? ഓപ്ഷൻ എ ഗീതാഞ്ജലി, ബി ആനന്ദമഠം, സി മധുശാല, ഡി ഇവയൊന്നുമല്ല. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇതും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ഏതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠമാണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി 40ാമത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ ആരെല്ലാം? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, രാജ്കുമാരി അമൃത് കൗർ, സരോജിനി നായിഡു. അപ്പൊ ഇവരിൽ ആരൊക്കെയാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗങ്ങളായിട്ടുള്ള വനിതകൾ? ആരൊക്കെയാണ്? ക്വസ്റ്റ്യൻ 14 ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഇവയെല്ലാം. അപ്പൊ ഇവരെല്ലാവരും ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിട്ടുള്ള വനിതകളാണ്. ഇനി 41ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ
ബേപ്പൂർ കായൽ, ചേറ്റുവ കായൽ, സിത്താരി കായൽ, വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ? ശരി ഉത്തരം വേമ്പനാട് കായലാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് വേമ്പനാട്ട് കായൽ. വലിയ കായൽ വേമ്പനാട്ട് കായൽ എന്ന് ഓർത്തിരിക്കാം. ഇനി 42, കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ഏതാണ്? പൊന്തച്ചാടൻ, ബുദ്ധമയൂരി, പുള്ളിയാര, ചീനപ്പൊട്ടൻ. കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് ബുദ്ധമയൂരി. അടുത്ത ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ 3 നദികളാണ് കിഴക്കോട്ട് ഒഴുകുന്നത്. അപ്പൊ അതിൽ ഏതാണ് ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിലുള്ളത്? കബനി, പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കബനി. ഇനി അടുത്തത് 44ാമത്തെ ചോദ്യം. 44ാമത്തെ ചോദ്യം, 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? പ്രണോയ് HS, അനുഷ് അഗർവാല, വിഷ്ണു ശരവണ, PR ശ്രീജേഷ്. 2024 പാരീസ് ഒളിമ്പിക്സ് ഹോക്കിയിൽ വെങ്കലം നേടിയ ടീമിലെ മലയാളി താരം ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, PR ശ്രീജേഷ്. ഇനി 45ാമത്തെ ചോദ്യം. 45ാമത്തെ ചോദ്യം, ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏത്? ആന, കണ്ടാമൃഗം, വരയാട്, പുലി. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം ഏതാണ്? 45 ഓപ്ഷൻ സി ആണ്, വരയാട്. ഇനി 46ാമത്തെ ചോദ്യം, ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? തുള്ളൽ, മോഹിനിയാട്ടം, രാമനാട്ടം, തെയ്യം. 46ാമത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരം ഏതാണ്? ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി ഉണ്ടായത്? ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, രാമനാട്ടം. അടുത്തത്, കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി? ഭാരതപ്പുഴ, കോരപ്പുഴ, മീനച്ചിലാറ്, മഞ്ചേശ്വരം പുഴ. അപ്പൊ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, മഞ്ചേശ്വരം പുഴ. 48ാമത്തെ ചോദ്യം, കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ചിങ്ങം 1, നവംബർ 1, വൃശ്ചികം 1, മെയ് 1. കേരളത്തിൽ കർഷക ദിനം ആചരിക്കുന്നത് എന്നാണ്? 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ചിങ്ങം 1. ഇനി 49, കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത്? അപ്പൊ കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? ഡീസൽ ആണോ, നാഫ്തയാണോ, പെട്രോൾ ആണോ, മണ്ണെണ്ണയാണോ? ഈ 4 ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്, നാഫ്ത. ഇനി 50ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം? വൈപ്പിൻ, നീണ്ടകര, മുനമ്പം, വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത് കേട്ടോ. അടുത്തത് 51ാമത്തെ ചോദ്യം, 1912 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണ്? അപ്പൊ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത് കലാപത്തിനിടയാക്കി. രാജ്മഹൽ കുന്നുകളിലാണ് കലാപം നടന്നത്. കലാപത്തെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പിയായിരുന്നു. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ 1812 വയനാട്ടിൽ നടന്ന കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ്? അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. കിട്ടിയോ? നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് 1ഉം 4ഉം ആണ് ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് കേട്ടോ. അടുത്ത ചോദ്യം, 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന ഏതാണ്? നിഹോൺ ഹിൻഡാക്യോ, യുണൈറ്റഡ് നേഷൻസ്, സെന്റർ ഫോർ സിവിൽ ലിബർട്ടീസ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം. അപ്പൊ ഇതിൽ ഏതാണ് 2024 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ സംഘടന? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, നിഹോൺ ഹിൻഡാക്യോ. 53ാമത്തെ ചോദ്യം, 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയി ആരായിരുന്നു? വിയപുരം, കാരിച്ചാൽ ചുണ്ടൻ, നടുഭാഗം, പായിപ്പാടൻ ചുണ്ടൻ. അപ്പം 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സര വിജയികൾ ആരായിരുന്നു? 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാരിച്ചാൽ ചുണ്ടൻ ട്ടോ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? ശ്രീനാരായണ ഗുരു പ്രാചീന മലയാളം, ചട്ടമ്പി സ്വാമികൾ അഖിലത്തിരുട്ട്, വൈകുണ്ഠ സ്വാമികൾ ദർശനമാല, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. അപ്പൊ ഈ 4 ഓപ്ഷനിൽ ശരിയായിട്ടുള്ള പേർ ഏതാണ്?
കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, പണ്ഡിറ്റ് കറുപ്പൻ ജാതിക്കുമ്മി. ഇനി 55-ാമത്തെ ചോദ്യം, 2025 പ്രഥമ ഖൊഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം. 2025 പ്രഥമ ഖൊഖോ ലോകകപ്പ് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഇന്ത്യ, ശ്രീലങ്ക, ചൈന, നേപ്പാൾ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യയാണ് കേട്ടോ. ഇനി 56-ാമത്തെ ചോദ്യം, വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം. രജനീരംഗം, വെടിവെട്ടം, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കാലത്തിന്റെ സാക്ഷി. ഇതും ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലെ. അപ്പൊ വി.ടി. ഭട്ടതിരിപ്പാട് രചിച്ച പ്രശസ്തമായ നാടകം ഏതാണ്? 56 സി ആണ്, അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇനി 57-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര പോരാളി ആരാണ്? ആനി മസ്ക്രീൻ, അമ്മാളു അമ്മ, സരോജിനി നായിഡു, അക്കാമ ചെറിയാൻ. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 57-ാമത്തെ ചോദ്യത്തിന്റെ ശരിയുത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അക്കാമ ചെറിയാൻ. ഇനി 58, ചുവടെ പറയുന്നവയിൽ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ഡോക്ടർ കെ ബി മേനോൻ? ഡോക്ടർ കെ ബി മേനോൻ ഏത് സംഭവത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്? ഓപ്ഷൻ എ കീഴരിയൂർ ബോംബ് കേസ്, ബി പുന്നപ്ര വയലാർ സമരം, സി ആറ്റിങ്ങൽ കലാപം, ഡി മൊറാഴ സമരം. ഇതിൽ ഏതിനാണ് കെ ബി മേനോൻ നേതൃത്വം നൽകിയിട്ടുള്ളത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കീഴരിയൂർ ബോംബ് കേസ്. ഇനി 59-ാമത്തെ ചോദ്യം, മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസ് പദ്ധതി. അപ്പൊ മൊബൈൽ ഫോണിന് അടിമപ്പെടുന്ന കുട്ടികളെ മോചിപ്പിക്കാനുള്ള കേരള പോലീസിന്റെ പദ്ധതിയുടെ പേര് എന്താണ്? ചിരി, കൂട്ട്, തുണ, ഹോപ്പ്. ഇതിലേതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 59 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കൂട്ട്. ഇനി 60-ാമത്തെ ചോദ്യം, മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദൻ, സ്വാമി ദയാനന്ദ സരസ്വതി, വാഗ്ബടാനന്ദൻ, ശ്രീനാരായണ ഗുരു. ആൻസർ കിട്ടിയോ? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവിനെയാണ് മഹാകവി ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി 61-ാമത്തെ ചോദ്യം, സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഏതാണ്? സസ്യങ്ങളിൽ ബീജസംയോഗത്തിന് ശേഷം നടക്കുന്ന പ്രവർത്തനം ഓവ്യൂള് വിത്താകുന്നു, പരാഗണം, പുംബീജങ്ങൾ രൂപം കൊള്ളുന്നു, അണ്ഡമുണ്ടാകുന്നു. 61-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, ഓവ്യൂള് വിത്താകുന്നു. ഇനി 62-ാമത്തെ ചോദ്യം, എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏത്? ബയോസ്ഫിയർ റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, ബൊട്ടാണിക്കൽ ഗാർഡനുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ. അപ്പൊ എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം ഏതാണ്? എക്സിറ്റു ആൻഡ് ഇൻസിറ്റു കൺസർവേഷൻസ് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ ഇതിൽ ഏതാണ് എക്സിറ്റു കൺസർവേഷന് ഉദാഹരണം? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ബൊട്ടാണിക്കൽ ഗാർഡനുകളാണ് കേട്ടോ. ഇനി 63-ാമത്തെ ചോദ്യം, ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം തിരഞ്ഞെടുക്കുക. ഗ്രന്ഥികോശങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്ന കോശാംഗം ഏതാണ്? ഫേനം, റൈബോസോം, എൻഡോപ്ലാസ്മിക് റെക്ടിക്കുലം, ഗോൾജി കോംപ്ലക്സ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 63 ഓപ്ഷൻ ഡി ആണ്, ഗോൾജി കോംപ്ലക്സ് ആണ് കേട്ടോ. ഇനി 64-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ കണ്ടെത്തുക. അപ്പൊ രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ ഏതാണെന്നാണ് ചോദ്യം. ക്രിയാറ്റിനിൻ, ഗ്ലോബുലിൻ, സൂബറിൻ, ലിഗ്നിൻ. ഇതിൽ ഏതാണ് രക്തത്തിൽ കാണുന്ന പ്രോട്ടീൻ? 64 ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗ്ലോബുലിൻ ആണ് കേട്ടോ. ഇനി 65-ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ മാംസ്യത്തിന്റെ ദഹനവുമായി ബന്ധമില്ലാത്തത് തിരഞ്ഞെടുക്കുക. അപ്പൊ മാംസ്യത്തിന്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോട്ടിയേസ്, ലിപ്പേസ്, പെപ്സിൻ, ട്രിപ്സിൻ. ഇതിലേതാണ് മാംസ്യത്തിന്റെ ദഹനവുമായിട്ട് ബന്ധമില്ലാത്തത്? ക്വസ്റ്റ്യൻ നമ്പർ 65 ആൻസർ ഓപ്ഷൻ ബി ആണ്, ലിപ്പേസ് ആണ് കേട്ടോ. ഇനി 66 ക്വസ്റ്റ്യൻ നമ്പർ 66, തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണത്തിലൂടെ വാസോപ്രസിൻ ശരീരത്തിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നു. ഇനി ബി സ്റ്റേറ്റ്മെന്റ്, വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും. സി, മഴക്കാലത്തും തണുപ്പ് കാലത്തും വാസോപ്രസിന്റെ ഉൽപാദനം കുറവായിരിക്കും. ഡി, വാസോപ്രസിന്റെ ഉൽപാദനം കുറയുന്നത് മൂലം വൃക്കയിൽ ജലത്തിന്റെ പുനരാകിരണം കുറയും. അപ്പം 66ന്റെ ആൻസർ ഏതാണ്? 4 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന വരുന്നത്?
ഓപ്ഷൻ ബി ആണ് വേനൽക്കാലത്ത് വാസോപ്രസിന്റെ അളവ് കുറവായിരിക്കും എന്ന് പറയുന്നതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനി 67ാമത്തെ ചോദ്യം, രോഗങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയും തെറ്റും കണ്ടെത്തുക. അപ്പൊ 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. എയ്ഡ്സ്, നിപ്പ എന്നിവയ്ക്ക് കാരണം വൈറസ് ആണ്. ക്ഷയം, എലിപ്പനി എന്നിവ ബാക്ടീരിയ രോഗങ്ങളാണ്. ഡിഫ്തീരിയ, മലമ്പനി എന്നിവ വൈറസ് രോഗങ്ങളാണ്. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയ്ക്ക് കാരണം ബാക്ടീരിയ ആണ്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതൊന്ന് നോക്കിയിട്ട് വേഗം കണ്ടുപിടിച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 67. ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരി, 3ഉം 4ഉം തെറ്റ്. ഇനി 68ാമത്തെ ചോദ്യം, ക്യൂണികൾച്ചർ താഴെ തന്നിരിക്കുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പൊ ക്യൂണികൾച്ചർ എന്തുമായി ബന്ധപ്പെട്ടതാണ്? തേനീച്ച വളർത്തൽ, മുയൽ വളർത്തൽ, പട്ടുനൂൽപ്പുഴു വളർത്തൽ, മത്സ്യം വളർത്തൽ. ഇതിൽ ഏതുമായിട്ടാണ് ക്യൂണികൾച്ചർ ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം വരുന്നത്, മുയൽ വളർത്തലാണ് കേട്ടോ. ഇനി 69ാമത്തെ ചോദ്യം, കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? ഓപ്ഷൻ എ ഗോളരസന്ധി, ബി വിജാഗിരി സന്ധി, സി കീലസന്ധി, ഡി തെന്നി നീങ്ങുന്ന സന്ധി. അപ്പൊ കൈക്കുഴ, കാൽക്കുഴ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഏതാണ്? 69ാമത്തെ ചോദ്യം. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, തെന്നി നീങ്ങുന്ന സന്ധി കേട്ടോ. ഇനി 70ാമത്തെ ചോദ്യം, സിനാപ്സ് ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പൊ സിനാപ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. 2 നെഫ്രോണുകൾക്കിടയിൽ കാണുന്നു, പേശികോശത്തിനും ന്യൂറോണിനും ഇടയിൽ കാണുന്നു, 2 ന്യൂറോണുകൾക്കിടയിൽ കാണുന്നു, 2 പേശികോശങ്ങൾക്കിടയിൽ കാണുന്നു. അപ്പൊ സിനാപ്സുമായി ബന്ധപ്പെട്ട് ഈ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി? ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്. ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 70. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ശരി. ഇനി 71ാമത്തെ ചോദ്യം, ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം? ക്ലോറിൻ, ബ്രോമിൻ, ഫ്ലൂറിൻ, അയഡിൻ. അപ്പൊ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം ഏതാണ്? 71ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ഫ്ലൂറിൻ ആണ് കേട്ടോ. ഇനി 72ാമത്തെ ചോദ്യം ഏതാണ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ. അപ്പൊ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? നിക്രോം, അൽനിക്കോ, സ്റ്റെയിൻലെസ് സ്റ്റീൽ, വെങ്കലം. ഇതിൽ ഏതാണ് കറക്റ്റ്? സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ ഏതാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, അൽനിക്കോ ആണ് കേട്ടോ. ഇനി 73, താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏത്? പോളിത്തീൻ, പോളിവിനൈൽ ക്ലോറൈഡ്, ബേക്കലൈറ്റ്, നൈലോൺ. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത്, ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ തെർമോപ്ലാസ്റ്റിക് അല്ലാത്തത് ഏതാണ്? 73 കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്, ബേക്കലൈറ്റ് ആണ് കേട്ടോ. ഇനി 74ാമത്തെ ചോദ്യം, പ്രോട്ടോണിന് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞൻ? ഏണസ്റ്റ് റൂദർഫോർഡ്, ഗോൾഡ്സ്റ്റൺ, ജെ തോംസൺ, വില്യം ക്രൂക്സ്. ഇതിൽ ആരാണ് പ്രോട്ടോൺ എന്നുള്ള ആ പേര് നൽകിയത്? ആരാണ്? കറക്റ്റ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 74 കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ഏണസ്റ്റ് റൂദർഫോർഡ്. ഇനി 75ാമത്തെ ചോദ്യം, LPGയിലെ മുഖ്യ ഘടകം. അപ്പം ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ബ്യൂട്ടൈനും പ്രൊപ്പൈനും മുഖ്യ ഘടകങ്ങളാണെന്ന് പറയുന്നത്. മോസ്റ്റ്ലി ബ്യൂട്ടൈൻ ആണ് എല്ലാവരും ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി 76ാമത്തെ ചോദ്യം, പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്? വേഗത, ദൂരം, സ്ഥാനാന്തരം, ത്വരണം. 76ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? പ്രവേഗമാറ്റത്തിന്റെ നിരക്ക്. പ്രവേഗമാറ്റത്തിന്റെ നിരക്ക് എന്താണ് പറയുന്നത്? പ്രവേഗമാറ്റത്തിന്റെ നിരക്കിനെ ത്വരണം അല്ലെ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്, ത്വരണമാണ് കേട്ടോ. ഇനി 77ാമത്തെ ചോദ്യം, ബലത്തിന്റെ യൂണിറ്റ് ഏതാണ്? പാസ്കൽ, ന്യൂട്ടൺ, ജൂൾ, കാലറി. ബലത്തിന്റെ യൂണിറ്റിനെ അറിയപ്പെടുന്നത് എന്താണ്? എങ്ങനെയാണ് ബലത്തിന്റെ യൂണിറ്റ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ന്യൂട്ടൺ. ഇനി 78ാമത്തെ ചോദ്യം, ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഒരു വസ്തുവിന് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഏത്? സ്ഥിതികോർജം, ഗതികോർജം, യാന്ത്രികോർജം, സ്ഥാനോർജം. ഇതിൽ ഏതാണ് അതിന്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം ഏതാണ്? 78ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഗതികോർജമാണ്. ഇനി 79ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗ്രീൻ എനർജി അല്ലാത്തത് ഏത്?
സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, അറ്റോമിക് റിയാക്ടറുകൾ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ. 79ാമത്തെ ചോദ്യം, ഇതിൽ ഏതാണ് ഗ്രീൻ എനർജി അല്ലാത്തത്? ഏതാണ്? കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, അറ്റോമിക് റിയാക്ടറുകളാണ് ഗ്രീൻ എനർജി അല്ലാത്തത് കേട്ടോ. ഇനി 80ാമത്തെ ചോദ്യം, കടലിന്റെ ആഴം അളക്കുന്നതിനുള്ള ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? ഏതാണ്? അൾട്രാസോണിക്, ഇൻഫ്രാസോണിക്, ഭൂകമ്പ തരംഗങ്ങൾ, സീസ്മിക് തരംഗം. അപ്പോൾ സോണാറിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാണ്? 80ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി 81 മുതൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു കഴിയുമ്പോൾ ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ഒരു 30 seconds to 1 minute സമയം എടുത്തിട്ട് ചെയ്ത് നോക്കുക, ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. അപ്പൊ ഞാനത് വായിച്ചു പോവാം എന്തായാലും. 81ാമത്തെ ചോദ്യം, തുടർച്ചയായ 5 എണ്ണൽ സംഖ്യകളുടെ തുക 300 ആണെങ്കിൽ അതിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? നിങ്ങൾ പോസ് ചെയ്തിട്ട് ചെയ്തു നോക്കിക്കോളൂ, എന്നിട്ട് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് പറയാം കേട്ടോ. അപ്പോ 81ന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 60 ആണ് കേട്ടോ. ഇനി 82ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? താഴെ തന്നിരിക്കുന്ന ഭിന്നസംഖ്യാ ജോഡികളിൽ തുക 1 വരാത്തത് ഏത്? ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 5/11 4/11. ഇനി 83, 36 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. 20 ലിറ്റർ വെള്ളം കൂടി ഒഴിച്ചപ്പോൾ 3/4 ഭാഗം നിറഞ്ഞു, അതായത് 4/3 ഭാഗം നിറഞ്ഞു. എങ്കിൽ ആദ്യം ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു? 7 ലിറ്റർ, 8 ലിറ്റർ, 10 ലിറ്റർ, 12 ലിറ്റർ എന്നാണ് ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒന്ന് ചെയ്തു നോക്കിയിട്ട് അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 83ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 7 ലിറ്റർ ആണ് കറക്റ്റ് വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 84, താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏതാണ്? ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 84 ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 5/4 ആണ് കേട്ടോ. ഇനി 85, 1 കിലോഗ്രാം ആപ്പിളിന് 150 രൂപയും 1 കിലോഗ്രാം ഓറഞ്ചിന് 60 രൂപയുമാണ് വില. 3 കിലോഗ്രാം ആപ്പിളിനും 4 കിലോഗ്രാം ഓറഞ്ചിനും കൂടി ആകെ എത്ര രൂപയാകും? ചെയ്തു നോക്കിക്കോളൂ പോസ് ചെയ്തിട്ട്. അപ്പൊ 85ന്റെ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 780 രൂപ. ഇനി 86, 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാറ് 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ക്വസ്റ്റ്യൻ നമ്പർ 86, 20 മീറ്റർ പെർ സെക്കൻഡ് ശരാശരി വേഗതയിൽ പോകുന്ന ഒരു കാറ് 36 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയമെടുക്കും? ക്വസ്റ്റ്യൻ നമ്പർ 86 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 30 മിനിറ്റ്. ഇനി 87, 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? അപ്പോൾ 1.25 എന്ന ദശാംശ സംഖ്യയ്ക്ക് തുല്യമായ ഭിന്നസംഖ്യ ഏത്? ഓപ്ഷൻസ് 25/2, 125/10, 5/2, 5/4. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 87 ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 5/4 കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 88, ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി. 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? അപ്പോൾ ഒരാൾ ഒരു സാധനം 2070 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടമുണ്ടായി, 5% ലാഭം ലഭിക്കണമെങ്കിൽ ആ സാധനം എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു? ഓപ്ഷൻ എ 2200 രൂപ, ബി 2355 രൂപ, സി 2425 രൂപ, ഡി 2415 രൂപ. ചെയ്തു നോക്കിക്കോളൂ. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 88 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 2415 രൂപ.
ഇനി അടുത്ത ചോദ്യം 196 ചതുരശ്ര മീറ്റർ പരപ്പളവ് അല്ലെങ്കിൽ വിസ്തീർണമുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? അപ്പൊ 196 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്ര? ഓപ്ഷൻസ് 12 മീറ്റർ, 14 മീറ്റർ, 16 മീറ്റർ, 18 മീറ്റർ. ഇതിൽ ഏതാണ് ക്വസ്റ്റ്യൻ നമ്പർ 89ന്റെ കറക്റ്റ് ആൻസർ? ക്വസ്റ്റ്യൻ നമ്പർ 89 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 14 മീറ്റർ കേട്ടോ. ഇനി 90, ക്വസ്റ്റ്യൻ നമ്പർ 90, 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. 5, 7, 14 എന്നീ 3 സംഖ്യകൾ കൊണ്ടും പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ 140, 70, 30, 80. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 90യുടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 70 കേട്ടോ. ഇനി 91ാമത്തെ ചോദ്യം. 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? അപ്പം 5 വർഷം മുമ്പ് സാബുവിന്റെ വയസ്സ് ഷീലയുടെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. ഇപ്പോൾ സാബുവിന് ഷീലയേക്കാൾ 12 വയസ്സ് കൂടുതലുണ്ട്. എങ്കിൽ ഷീലയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 10 വയസ്സ്, ബി 7 വയസ്സ്, സി 8 വയസ്സ്, ഡി 11 വയസ്സ്. ചെയ്തു നോക്കിയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 11 വയസ്സ് കേട്ടോ. അടുത്ത ചോദ്യം. ഒരു പ്രത്യേക കോഡിൽ ലവ് എന്നതിന് NQXG, അപ്പം LOVE എന്നതിന് NQXG എന്ന് എഴുതിയിരിക്കുന്നു. എങ്കിൽ ഹെയ്റ്റ് HATE എന്നതിനുള്ള കോഡ് ഏതാണ്? അപ്പോൾ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ചോളൂ. തൊണ്ണൂറ്റി രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, JCVG. ഇനി 93. 1 മൈനസ് 1/2 ഇൻറ്റു 1/2 പ്ലസ് 1/2 ഈസ് ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കോളൂ, അല്ലെങ്കിൽ മൈൻഡ് മാത്ത് ചെയ്യണവർ അങ്ങനെയാണെങ്കിലും ചെയ്ത് കണ്ടുപിടിക്കും കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 93ന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1/4 ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 94. തന്നിരിക്കുന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? AZ, BY, CX, DW. പിന്നെ ഡാഷ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഡാഷ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. ഓപ്ഷൻസ് 4 തന്നിട്ടുണ്ട്, EU, ET, EV, ES. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? 94ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, EV ആണ് കറക്റ്റ് ആൻസർ. ഇനി 95ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക. താരതമ്യം, വർഗീകരണം, നിരീക്ഷണം, നിഗമനം, അപഗ്രഥനം. അപ്പൊ ഇതിനെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. താരതമ്യം, കമ്പാരിസൺ, വർഗീകരണം, നമ്മൾ ക്ലാസിഫൈ ചെയ്ത് അതിനെ ക്ലാസിഫൈ ചെയ്യുമല്ലോ. പിന്നെ നിരീക്ഷണം, ഒബ്സർവേഷൻ, നിഗമനം, അപഗ്രഥനം. ഇതിനെങ്ങനെയാണ് നമ്മൾ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുന്നത്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? 95ാമത്തെ ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം 96. തന്നിരിക്കുന്ന സംഖ്യകളിൽ ഒറ്റയാൻ ആര്? 63, 67, 71, 73. ഇതിൽ ഏതാണ് ഒറ്റയാൻ? ഓഡ് വൺ ആയിട്ടുള്ള നമ്പർ ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 96 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 63 ആണ് കേട്ടോ. ഇനി 97ാമത്തെ ചോദ്യം. ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നു. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമത് നിൽക്കുന്നു. പിന്നിൽ നിന്നും എണ്ണുമ്പോൾ ഫാത്തിമ 38ാമത് നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികളുണ്ട്? അപ്പം ഒരു വരിയിൽ 50 കുട്ടികൾ നിൽക്കുന്നുണ്ട്. മുന്നിൽ നിന്നും എണ്ണുമ്പോൾ രാഹുൽ 16ാമതും പിന്നിൽ നിന്ന് എണ്ണുമ്പോൾ ഫാത്തിമ 38ാമതും നിൽക്കുന്നു. എങ്കിൽ രാഹുലിനും ഫാത്തിമയ്ക്കും ഇടയിൽ വരിയിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ 97ാമത്തെ ചോദ്യത്തിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 2. ഇനി 98ാമത്തെ ചോദ്യം.
ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ഒരാൾ വീട്ടിൽ നിന്നും 12 കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. തുടർന്ന് 4 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. അതിനുശേഷം 7 കിലോമീറ്റർ വലത്തോട്ട് സഞ്ചരിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നുമുള്ള അയാളുടെ സ്ഥാനം എവിടെയാണ്? 16 കിലോമീറ്റർ തെക്ക്, 8 കിലോമീറ്റർ തെക്ക്, 5 കിലോമീറ്റർ കിഴക്ക്, 16 കിലോമീറ്റർ വടക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ നമ്പർ 98ന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 16 കിലോമീറ്റർ തെക്ക്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 99. ഒരു ക്ലാസ്സിലെ 5 കുട്ടികളുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാൾ കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണെങ്കിൽ ഏറ്റവും കുറവ് ഭാരം ആർക്കാണ്? അപ്പോൾ ഒരു ക്ലാസ്സിൽ 5 കുട്ടികളുണ്ട്. അപ്പൊ അവരുടെ ഭാരം അളന്നപ്പോൾ ബിയുടെ ഭാരം എയേക്കാളും ഡിയേക്കാളും കുറവാണ്. ഇയുടെ ഭാരം സിയേക്കാളും കൂടുതലും ബിയേക്കാൾ കുറവുമാണ്. ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭാരം ഡിക്കാണ്. ഏറ്റവും കുറവ് ഭാരം ആർക്കാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആർക്കാണ്? ക്വസ്റ്റ്യൻ നമ്പർ 99 കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇനി 100ാമത്തെ ചോദ്യം. എ ബി സി ഈസ് ഈക്വൽ ടു 6 ആണ്. അതുപോലെ ബി സി ഡി ഈക്വൽ ടു 9 ആണ്. അങ്ങനെയാണെങ്കിൽ സി ഡി ഇ ഈക്വൽ ടു എത്രയാണെന്നാണ് ചോദ്യം. 10, 11, 12, 13. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിന്റെ കറക്റ്റ് ആൻസർ എത്രയാണ് വരുന്നത്? സി ഡി ഇ ഈക്വൽ ടു 12 ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ നമ്മൾ 100 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പം എത്രയാണ് സ്കോർ കിട്ടിയതെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും കേട്ടോ. എത്രയാണ് നിങ്ങളുടെ സ്കോർ എന്ന് നമുക്കറിയാലോ. ഇനി അതല്ല, ഇത് കഴിഞ്ഞ വർഷം ഈ ഒരു എക്സാം എഴുതിയ ആളുകൾക്ക് വന്ന കട്ട് ഓഫ് വാസ് മോസ്റ്റ്ലി 70 എബവ് ആയിരുന്നു എല്ലാത്തിനും. അപ്പോൾ അതിൽ സെക്രട്ടേറിയറ്റ് ഒ എക്കാണ് ലീസ്റ്റ് വന്നത്. 73.23 ആയിരുന്നു അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു 73 എബവ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സെറ്റാണ്, നിങ്ങളുടെ പ്രിപ്പറേഷൻ ഓക്കെ ആണ്, നല്ലപോലെ റിവൈസ് ചെയ്ത് പോവുക. ഒരു 60നേക്കാളും താഴെയാണ് നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ മാത്സ് ഇപ്പം അത്യാവശ്യം സ്ട്രോങ് ആണ് എന്നുള്ള ആളുകളാണെങ്കിൽ മാത്സിൽ മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അധികം തെറ്റുകളൊന്നും വരുത്താതെ മാത്സിൽ നല്ലപോലെ സ്കോർ ചെയ്യാൻ നോക്കുക. ഇനി മാത്സ് ഒഴിച്ച് ജനറൽ പേപ്പറിൽ അതാണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ, ജനറൽ പേപ്പർ ആണ് നിങ്ങളുടെ സ്ട്രോങ് ഏരിയ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ 55 എബവ് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം ഈ ഒരു മോക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. ഹാപ്പി ലേണിംഗ് വിത്ത് ഹാബിറ്റസ്.